LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ടി പി രാമകൃഷ്ണൻ, കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ചുവെന്നുള്ള വാർത്തയാണ് നമ്മെ തേടിയെത്തുന്നത്. എന്താണ് അങ്ങേക്ക് അദ്ദേഹത്തെ പറ്റി ഓർത്തെടുക്കാനാകുന്ന കാര്യങ്ങൾ? സഖാവ് റസൽ മാതൃകാപരമായി പാർട്ടി പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ വിപ്ലവകാരിയാണ്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം മുതൽ സജീവമായി അദ്ദേഹം നേതൃത്വത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ പ്രതിബദ്ധതയും പാർട്ടി പ്രവർത്തനങ്ങൾ കൂറോടെ നടപ്പിലാക്കുന്ന സംഘടനാ രീതിയും അതാണ് അദ്ദേഹത്തെ CPIM-ന്റെ ജില്ലാ നേതൃത്വ പദവിയിലേക്ക് എത്തിച്ചത്. വളരെ ദുഃഖകരമായ വാർത്തയാണ് സഖാവ് റസലിന്റെ നിര്യാണത്തിലൂടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. പാർട്ടി സമ്മേളനങ്ങളെല്ലാം നടക്കുന്ന ഈ സന്ദർഭത്തിലും രോഗം അദ്ദേഹത്തെ അലട്ടുന്നുണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ രോഗം അതിവേഗം ഭേദമാകുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ട് നേതൃത്വം നൽകി പ്രവർത്തിച്ചു വരികയായിരുന്നു. ചികിത്സയുടെ തുടർച്ച എന്നുള്ള നിലയിലാണ് അദ്ദേഹം ചെന്നൈ അപ്പോളോ ആശുപത്രി പ്രവേശിപ്പിക്കപ്പെട്ടത്. അവിടെ നിന്ന് ചികിത്സയിൽ ഏർപ്പെട്ടു വരുന്ന സമയത്താണ് പെട്ടെന്ന് ഈ വാർത്ത നമ്മുടെ ഈ നാടിനെ തേടിയത്. സഖാവിന്റെ നഷ്ടം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഒരിക്കലും നികത്താൻ കഴിയാത്തതാണ്. സഖാവ് റസലിന്റെ വേർപാടിലുള്ള അതീവമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ശ്രീ ടി പി രാമകൃഷ്ണൻ, ഒരു കാര്യം കൂടെ, അവിടെ നിന്ന് അപ്പോളോയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോട്ടയം ജില്ലയ്ക്ക് മാത്രമല്ല പാർട്ടിക്ക് ഒന്നാകെ അത്രയും പ്രിയപ്പെട്ട ഒരാളെയാണ് നഷ്ടമായിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ പൊതുദർശനം, അതോടൊപ്പം തന്നെ സംസ്കാരം, ആ രീതിയിൽ അതിനെക്കുറിച്ച് ജില്ലാ നേതൃത്വവുമായി സംസാരിച്ചിരുന്നു അങ്ങ്? അതേക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിരുന്നു? LDF കൺവീനർ ടി പി രാമകൃഷ്ണനാണ് നമുക്കൊപ്പം സംസാരിച്ചത്. നന്ദി ഞങ്ങളോട് ഈ അവസരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതിനും ആ ഓർമ്മകൾ പങ്കുവച്ചതിനും.